അടുത്ത വാർത്ത, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ച് പോലീസ്. പ്രതിയായ അഫാൻ പിതൃമാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് കുറ്റപത്രം. 480 പേജുകളുള്ള കുറ്റപത്രമാണ് പാങ്ങോട് പോലീസ് സമർപ്പിച്ചത്. 24 ബിഗ് ബ്രേക്ക്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഇപ്പോൾ ആദ്യ കുറ്റപത്രമായിരിക്കുന്നു, അത് 480 പേജുള്ളതാണ്. എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? വൈരാഗ്യമുണ്ടായിരുന്നു മുത്തശ്ശിയോട് എന്നുള്ളത് അന്ന് തന്നെ പുറത്തു വന്ന വാർത്തയാണ്. അതുൾപ്പെടെ എന്തെല്ലാം വിവരങ്ങളുണ്ട്? അനുജ, കേരളത്തെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പോലീസ് കോടതി നടപടിയിലെ ആദ്യഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പാങ്ങോട് പോലീസാണ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട ആദ്യ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. പാങ്ങോട് പോലീസിന്റെ കീഴിൽ വരുന്നത് അഫാൻ പിതൃമാതാവായിട്ടുള്ള സൽമാ ബീവിയെ കൊലപ്പെടുത്തി എന്നുള്ള കേസായിരുന്നു. ആ കേസിലെ കുറ്റപത്രമാണ് ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 480 പേജുള്ള കുറ്റപത്രം അന്വേഷണ ഉദ്യോഗസ്ഥൻ പാങ്ങോട് CI ജിനേഷാണ് കോടതിയിൽ സമർപ്പിച്ചത്. അറസ്റ്റ് രേഖപ്പെടുത്തി 89ാം ദിവസമാണ് ആദ്യ കുറ്റപത്രം എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 120 സാക്ഷികൾ, 40 തൊണ്ടിമുതലുകൾ ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൽമാ ബീവിയോട് അഫാന് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. പ്രത്യേകിച്ച് ഈ കൊലപാതകങ്ങൾക്ക് കാരണം, അതായത് കുറ്റപത്രത്തിൽ കൊടുത്തേക്കുന്നത് സൽമാ ബീവിയെ കൊലപ്പെടുത്താനുള്ള കാരണമായിട്ടടക്കം പറയുന്നത് സാമ്പത്തിക ബാധ്യതയ്ക്ക് പിന്നാലെ ഉണ്ടായ വൈരാഗ്യം എന്നുള്ളത് തന്നെയാണ്. നേരത്തെ വെഞ്ഞാറമൂട് പോലീസ് അന്വേഷിച്ച കേസിലും സമാനമായി തന്നെ ഒരു കൺക്ലൂഷനിലേക്കാണ് അവരും എത്തിച്ചേർന്നത്. ശേഷം അവർ ആ കുറ്റപത്രം, അതായത് മറ്റ് 4 കൊലപാതകങ്ങളിലെയും കുറ്റപത്രം അവർ തയ്യാറാക്കി വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഈ പിതൃ സഹോദരനായിട്ടുള്ള ലത്തീഫ, ഭാര്യ, അതേപോലെ തന്നെ സഹോദരനായിട്ടുള്ള അഫ്സാൻ, അതേപോലെ തന്നെ അഫാന്റെ പെൺസുഹൃത്തായിട്ടുള്ള ഫർസാന, ഈ 4 പേരെ കൊലപ്പെടുത്തിയ കേസിലും മാതാവായിട്ടുള്ള ഷെമിയെ ആക്രമിച്ച കേസിലുമാണ് വെഞ്ഞാറമൂട് പോലീസ് കുറ്റപത്രം ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏതായാലും അക്കാര്യങ്ങളൊരു വ്യക്തത ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നു. അതായത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ ഒരു വ്യക്തത, ഒരൊറ്റ പകലുകൊണ്ട് അമ്മയും വല്യമ്മയും സഹോദരനും ബന്ധുക്കളും കാമുകിയും അടക്കം 6 പേരെ ചുറ്റികയ്ക്ക് അടിച്ചു വീഴ്ത്തിയ അഫാനെ ഏറ്റവും ഒടുവിലും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. ഈ കൊലപാതകങ്ങൾക്ക് കാരണമായത് കടവും കടക്കാർ പണം തിരിച്ചു ചോദിച്ചതിലെ ദേഷ്യവുമാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ഈ കുറ്റപത്രത്തിലും പോലീസ് പറയുന്നുണ്ട്. 48 ലക്ഷം രൂപയുടെ ആകെ കടം അഫാനും കുടുംബത്തിനും ഉണ്ടായിരുന്നു. ബന്ധുക്കളടക്കം 15 പേരിൽ നിന്നായി 16 ലക്ഷം രൂപ കടം വാങ്ങി. കൂടാതെ 17 ലക്ഷം രൂപയുടെ ഹൗസിംഗ് ലോൺ, 3 ലക്ഷം രൂപയുടെ പേഴ്സണൽ ലോൺ, 1.5 ലക്ഷം ബൈക്ക് ലോൺ, 10 ലക്ഷം രൂപയുടെ പണയം എന്നിങ്ങനെയായിരുന്നു കടം വീട്ടാൻ സഹായിക്കാത്തതും അതേപോലെ തന്നെ അമ്മയും തന്നെയും കുറ്റപ്പെടുത്തിയതും പരിഹസിച്ചതുമാണ് പിതാവിന്റെ അമ്മ, അതായത് സൽമാ ബീവിയെ കൊലപ്പെടുത്താനുള്ള കാരണമെന്ന് കുറ്റപത്രത്തിൽ പാങ്ങോട് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതേ മോട്ടീവ് തന്നെയാണ് വെഞ്ഞാറമൂട് പോലീസ് അന്വേഷിക്കുന്ന ലത്തീഫ്, ഭാര്യ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലും പോലീസ് ഇപ്പോൾ മോട്ടീവായി പറയുന്നത്. അതേസമയം സഹോദരൻ, കാമുകി എന്നിവരെ കാമുകിയെ കൊലപ്പെടുത്താനുള്ള കാരണവും വൈരാഗ്യമാണെന്ന് പോലീസ് പറയുന്നുണ്ട്. അതായത് താൻ മരിച്ചാൽ ഫർസാന ഒറ്റപ്പെടുമെന്ന സ്നേഹം കൊണ്ടല്ല, പണയം വെച്ച 4.5 പവൻ സ്വർണം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടതിലെ ദേഷ്യമാണ് കാമുകിയായ അല്ലെങ്കിൽ പെൺസുഹൃത്തായ ഫർസാനയും കൊലപ്പെടുത്താൻ കാരണം. ഈ കൂട്ട ആത്മഹത്യയുടെ ഭാഗമായാണ് സഹോദരൻ അഫ്സാനെ കൊന്നതും അമ്മയെ ആക്രമിച്ചതെന്നും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അഫാൻ. അപ്പോൾ അതടക്കമുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് പാങ്ങോട് പോലീസ് സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ കുറ്റപത്രം നൽകിയിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിലൊരു വ്യക്തത വന്നിരിക്കുന്നു. ഇനി തൊട്ടടുത്ത ദിവസം തന്നെ വെഞ്ഞാറമൂട് പോലീസ് ബാക്കി കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കും. 480 പേജുള്ള കുറ്റപത്രത്തിൽ പ്രധാനപ്പെട്ട സാക്ഷികൾ, അത് ഈ അഫാൻ ചില സാധനങ്ങൾ വാങ്ങിയ കടയിലെ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളെ സാക്ഷികളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആയുധം വാങ്ങിയ കടയിലെ ആളെ സാക്ഷിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്വർണം പണയം വെക്കാൻ പോയ സ്ഥലത്തെ പണമിടപാട് സ്ഥാപനത്തിലെ ആളെ സാക്ഷിയായി വെച്ചിട്ടുണ്ട്. അങ്ങനെ സാക്ഷികളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ചില CCTV ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് പാങ്ങോട് പോലീസ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ശരി, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലാണ് ആദ്യ കുറ്റപത്രം പോലീസ് സമർപ്പിച്ചത്. അഫാൻ പിതൃമാതാവ്, അതായത് മുത്തശ്ശി സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് 480 പേജുള്ള കുറ്റപത്രം പാങ്ങോട് പോലീസ് സമർപ്പിച്ചത്. ഇതിൽ അഫാന്റെ ആർഭാട ജീവിതം, സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ കാരണമായിട്ടുണ്ട് കൊലപാതകത്തിനെന്ന് പറയുന്നു. ഒപ്പം തന്നെ മുത്തശ്ശിയോടുള്ള വൈരാഗ്യം, അമ്മയെ കുറ്റപ്പെടുത്തുന്നതിലുള്ള വൈരാഗ്യം, ഇതെല്ലാം കൊലപാതകത്തിന് കാരണമായിട്ടുണ്ട് എന്ന് പറയുന്നു. മറ്റ് കേസുകളിൽ കൂടി പോലീസ് താമസിയാതെ കുറ്റപത്രം സമർപ്പിക്കുന്ന വിവരമാണ് ഷഫീദ് റാവുത്തർ നൽകിയത്.